നമസ്കാരം. പത്രവാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ എല്ലാ പത്രങ്ങളിലുമുള്ള പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ വെനസ്വേലയിൽ ഇരട്ട ഭൂകമ്പം നടന്നു എന്നത് തന്നെയാണ്. ഏകദേശം 166 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആയിരങ്ങളെ കാണാതായി എന്നുള്ള വാർത്തകളാണ് എല്ലാ പത്രങ്ങളിലും ഉള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത. അപ്പോൾ തെക്കേ അമേരിക്കയിലെ രാജ്യമായ വെനസ്വേലയിൽ ഇരട്ട ഭൂകമ്പത്തിൽ വൻ നാശം, ആയിരങ്ങളെ കാണാതായി. 166 പേർ മരിച്ചതായാണ് വെനസ്വേല സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 971 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മരണസംഖ്യ 10,000 മുകളിലേക്ക് കടക്കാമെന്നും ജിയോളജിക്കൽ സർവേ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഭൂകമ്പമാണ് നടന്നിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ എത്രയാണ് രേഖപ്പെടുത്തിയതെന്ന് വെച്ചാൽ ഏകദേശം 7.2 തീവ്രത ആദ്യത്തേതും, രണ്ടാമത്തത് 39 സെക്കൻഡ് പ്രകമ്പനം ഉണ്ടായിരുന്നു. പക്ഷേ അത് 7.5 തീവ്രതയിലും രണ്ടാമത്തെ ഭൂകമ്പം നടന്നു. ഒരു നൂറ്റാണ്ടിനിടെ രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് എല്ലാ പത്രങ്ങളിലും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. തന്നെയല്ല, പരിക്കേറ്റവര് ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ മുകളിലൂടെയാണ് അവർ രക്ഷപ്പെടുന്നത്. അപ്പോൾ വലിയൊരു ഭൂകമ്പം തന്നെയാണ്. ആർക്കും ജീവഹാനി കൂടുതൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രിയിൽ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവുന്നില്ല. പുറത്തോട്ട് നോക്കുമ്പോൾ ആ കെട്ടിടമൊക്കെ ഇടിഞ്ഞു വീണതും കൂടെയുള്ള ആൾക്കാരെയും പരിസരത്തുള്ളവരെയും ഒന്നും കാണുന്നുമില്ല. ഇത് നമ്മുടെ വയനാട് ഉരുൾപൊട്ടിയ പോലെ ദുരന്തം പോലെ ആയിപ്പോയി. കാരണം രാത്രിയാണ് ദുരന്തം ഉണ്ടായത്. അപ്പോൾ ആ ദുരന്തത്തിൽ ഒരുപാട് പേരെ നഷ്ടപ്പെട്ടു. പക്ഷേ അതും രാത്രി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ അവിടെയുള്ളവർക്ക് സാധിച്ചില്ല. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്, ഉറക്കത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പരക്കം പായുക മാത്രമേ നിവൃത്തിയുള്ളൂ. കാരണം വൈദ്യുതി ബന്ധവും നമ്മുടെ ടെലിഫോൺ ബന്ധവും എല്ലാം വിച്ഛേദിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു സമയത്ത് വരും. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായി കാണില്ല. അതായിരിക്കാം മരണസംഖ്യയൊക്കെ ഉയരാനായിട്ടുള്ള കാരണം, അല്ലേ? ഓക്കെ, അടുത്തൊരു വാർത്തയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്തു എന്നുള്ളത് ആണ് എല്ലാ പത്രങ്ങളിലും പ്രധാനപ്പെട്ട വാർത്ത, അല്ലേ? ഏകദേശം 10 മണിക്കൂറോളം, അല്ലേ? 10 മണിക്കൂറോളം വീണയെ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് CMRL എക്സാലോജി വിവാദ സാമ്പത്തിക ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ ടി വീണയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്നലെ വീണ്ടും ചോദ്യം ചെയ്തു. ഈ മാസം 29-ന് ഹാജരാകാനുള്ള സമൻസാണ് വീണയ്ക്ക് ഇഡി നൽകിയിരുന്നത്. എന്നാൽ കേസിൽ കമ്പനികാര്യ നിയമപ്രകാരം അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പിടിച്ചെടുത്തിരുന്ന രേഖകളും മൊഴികളും ബുധനാഴ്ച ലഭിച്ചതോടെ ചോദ്യം ചെയ്യൽ നടപടികൾ വേഗത്തിലാക്കി. ഇന്നലെ ഹാജരാകാൻ വീണയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ രാവിലെ 9:15-ന് വീണ ഇഡി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നടപടികൾ പൂർത്തിയാക്കി രാത്രി 8:30-നാണ് ഓഫീസ് വിട്ടതെന്നുമാണ് പറയുന്നത്. അപ്പം വലിയൊരു ചോദ്യം ചെയ്യലാണ് നടന്നത്. പക്ഷേ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലും അവർക്ക് അതിനുള്ള ഒരു വ്യക്തമായ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ പിണറായി വിജയൻ ഇതിന്റെ ഇടയ്ക്ക് നല്ലൊരു കളി കളിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഉറപ്പായും. കാരണം അത് വ്യക്തമാണ്. കാരണം ഇത്രയും നാൾ അത് തടഞ്ഞു വെച്ചു. ഇത്രയും നാൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടായില്ല. പുതിയ സർക്കാർ കയറിയപ്പോഴാണ് ഇതിനെതിരെ ഉള്ള ഒരു നടപടികളെല്ലാം വന്നത്. ഇപ്പോൾ തുടരെ വിളിക്കുന്നു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതിന് വ്യക്തമായ രേഖകളൊന്നും ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കള്ളത്തരം കാണിച്ചിരിക്കുന്നത് ശരിക്കും പഴുതടച്ച് തന്നെയാണ് കള്ളത്തരം കാണിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? ഇപ്പം അടുത്തൊരു വാർത്തയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ റേഷൻ ധാന്യവിഹിതം കുറയുന്നത് കേരളത്തിന് തിരിച്ചടിയാവുന്നു എന്നാണ്. കാരണം പാവപ്പെട്ടവരുടെ നെഞ്ചത്തടിക്കുന്ന ഒരു കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മഞ്ഞക്കാടിന് ചുവപ്പ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തലക്കെട്ടോടുകൂടിയാണ് മനോരമ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വർഷം 1 ലക്ഷം ടൺ അരി നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നും ബാധിക്കുന്നത് തിരുവനന്തപുരം, വയനാട്, തൃശ്ശൂർ ജില്ലകളിൽപ്പെട്ടവരെയാണെന്നുമാണ് മനോരമയിൽ പറയുന്നത്. അതുപോലെ തന്നെ 5.94 ലക്ഷം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതിനാൽ നിലവിലുള്ള രീതി തുടരണമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാർത്തയാണ്. അപ്പോൾ സാധാരണക്കാരെ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ് റേഷൻ വിഹിതം എന്ന് പറയുന്നത്. കാരണം അത് അവരുടെ അവകാശമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേരളത്തിൽ പോലെയുള്ള, അല്ലെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തെ പോലെയുള്ള സംസ്ഥാനത്ത് ഒരുപാട് പേര് റേഷൻ അരിയെ ആശ്രയിച്ച് മാത്രം കഴിയുന്നവരുണ്ട്. അപ്പോൾ അതിനൊരു വലിയ തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നതെന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഭേദഗതി നടപ്പിലാക്കിയാൽ റേഷൻ വ്യാപാരികളുടെ വേതനത്തിലും കുറവ് വരും. അരി വിതരണം ചെയ്യപ്പെടുന്നതനുസരിച്ച് കൂടിയാണ് വ്യാപാരികൾക്ക് കമ്മീഷൻ ലഭിക്കുന്നത്. 15-45 കിൻഡൽ ധാന്യം വിതരണം ചെയ്യുമ്പോൾ വ്യാപാരിക്ക് 9,000 രൂപ അടിസ്ഥാന കമ്മീഷനായി ഓരോ കിൻഡലിനും 270 രൂപ
ആശ്വാസ സഹായവുമാണ് ലഭിക്കുന്നത്. ഇതിലൂടെ പരമാവധി 21,000 രൂപ വരെയാണ് കമ്മീഷനായി ലഭിക്കുന്നത്. പുതിയ പരിഷ്കാരത്തിൽ എതിർപ്പുകളുമായി റേഷൻ വ്യാപാരികളും സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം അവരുടെ വിഹിതമാണ് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർക്ക് കിട്ടാനുള്ള വരുമാനമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുമാനമില്ലാതെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, നമ്മൾ പണിയെടുത്തിട്ട് കാശ് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയായിപ്പോൾ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ സർക്കാർ എത്രയും പെട്ടെന്ന് ഒരു ശ്രമം നടത്തട്ടെ അല്ലേ. വാണിജ്യ ഗ്യാസ് നിയന്ത്രണം നീക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വാണിജ്യ പാചകവാതക സിലിണ്ടർ വിതരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം കേന്ദ്ര സർക്കാർ നീക്കി. ഓക്കെ, അത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ ഹോർമൂസ് കടലിലേക്ക് അടയ്ക്കുകയും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഗ്യാസ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് ഇങ്ങോട്ട് വരാതിരിക്കുകയും നമ്മുടെ അടുക്കളയെ വരെ ബാധിച്ചൊരു സമയം 2 മാസം മുമ്പ് നമ്മളിത് അനുഭവിച്ചതാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ വീണ്ടും ആ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു അല്ലെങ്കിൽ കുറഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. അപ്പോൾ ഹോട്ടലുകൾക്കും കാറ്ററിംഗ് നടത്തുന്നവർക്കും അല്ലെങ്കിൽ തട്ടുകട നടത്തുന്നവർ, വീട്ടിൽ സാധാരണക്കാരായിട്ടുള്ളവർക്കൊക്കെ അതൊരു വലിയൊരു ഉപകാരമായിരിക്കും. പക്ഷെ ആ ഒരു കാര്യമുണ്ട്, അപ്പോൾ അത് കുറഞ്ഞതനുസരിച്ച് ഇവിടെയും കുറവ് വരണം. കാരണം എന്നാലേ നമുക്ക് സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഇതിപ്പോൾ ചിലപ്പോൾ ഇന്ധന വില അവിടെ കുറഞ്ഞെങ്കിലും ഇവിടെ കുറയണം, അല്ലെങ്കിൽ കേന്ദ്രം അതിൻ്റെ ചാർജ് കുറയ്ക്കണമെന്നില്ല, അല്ലെങ്കിൽ കേരളം അതിൻ്റെ ചാർജ് കുറയ്ക്കണമെന്നില്ല. അത് വന്നെങ്കിൽ മാത്രമേ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു രീതിയിലേക്ക് വരുന്നുള്ളൂ. എന്തായാലും യുദ്ധം അയഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ട്രംപിന് നല്ല ബുദ്ധി തോന്നട്ടെ, ഈ യുദ്ധമൊക്കെ കുറയ്ക്കട്ടെ. കാരണം യുദ്ധം കൊണ്ട് പരിഹാരം ഒന്നിനും ആകില്ല എന്നാണ് വീണ്ടും വീണ്ടും അറിയുന്നത്. കാരണം യുദ്ധം കിടക്കുമ്പോൾ അവർ കടലിലേക്ക് അടയ്ക്കുകയും ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള പാചകവാതകങ്ങളുടെ വിഷയങ്ങൾക്കൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് യുദ്ധം അയക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് തുടരെ വീണ്ടും ആലോചിച്ച് കൂട്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത്. ഇനി ഇന്ധനവില അധിക ചാർജ് ഒഴിവാക്കാൻ വിമാന കമ്പനികളോടും ആവശ്യപ്പെടും എന്നാണ് പ്രധാനപ്പെട്ടൊരു വാർത്ത വരുന്നത് അല്ലേ. അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. അത് അമൂല്യമായ താളിയോലകൾ കാണാതായെന്നൊരു പരാതിയാണ് വരുന്നത്. അപ്പോൾ കേരള സംസ്കൃത സർവകലാശാലയുടെ പുരാവസ്തു ശേഖരത്തിൽ നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമൂല്യ താളിയോലകൾ ചിലത് കാണാതായെന്ന് പരാതി. മാൻസ്ക്രിപ്റ്റ് ലൈബ്രറിയിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. VC-യുടെ നിർദ്ദേശാനുസരണം രജിസ്ട്രാർ പരിശോധന നടത്തിയെങ്കിലും അതിന് വ്യക്തത ലഭിച്ചിട്ടില്ല. സംസ്കൃത സർവകലാശാല സമാനമായ താളിയോലകൾ കാണാതായെന്നാണ് പരാതി. താളിയോലകൾ വിദേശത്തേക്ക് കടത്തിയേക്കാമെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമൂല്യമായ ശേഖരങ്ങൾ പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ വന്നപ്പോഴാണ് ഇത് അടിച്ചോണ്ട് പോയിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്കിടയിൽ തന്നെയാണ് കള്ളന്മാരെന്ന് വേണം വിശ്വസിക്കാനായിട്ട്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ കേട്ട് വരും. ഇപ്പോൾ മാസപ്പടി ആയിക്കോട്ടെ, ശബരിമല കേസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം നോക്കിക്കഴിയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ഇടയിൽ തന്നെയാണ് കള്ളന്മാരുള്ളത്. അപ്പോൾ വിദേശത്തെ കള്ളന്മാരൊന്നുമല്ല, ഇത് വിദേശത്തേക്ക് കടത്തിയത് എന്തായാലും നമ്മുടെ അറിവോടുകൂടി തന്നെ ആയിരിക്കാം എന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ. അപ്പോൾ അത് എന്തായാലും അന്വേഷിച്ച് അതിനൊരു തീരുമാനം എത്തട്ടെ അല്ലേ. അയോധ്യ രാമക്ഷേത്രത്തിലെ തട്ടിപ്പ്, 8 പേർ കസ്റ്റഡിയിൽ. അയോധ്യ രാമക്ഷേത്രത്തിന് സംഭാവനയായി ലഭിച്ച പണം തട്ടിച്ചെന്ന ആരോപണത്തിൽ 8 പേരെ രാമജന്മഭൂമി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി സൂചനയുണ്ട്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥയാത്ര ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ശബരിമല തന്നല്ല, ഇപ്പം എല്ലാ അമ്പലങ്ങളിലും മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ഇടമായിട്ട് നമ്മുടെ ഈ ദേവാലയങ്ങൾ മാറിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതിലെ ഹോസ്പിറ്റലുകളെക്കാളും ഒക്കെ അതെ സൗകര്യമാണ്. കാരണം ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതിന് ബില്ലുണ്ട്, കാര്യങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. കാരണം വഴിപാട് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നമ്മളിപ്പോൾ കൊണ്ട് നേർച്ച അല്ലെങ്കിൽ വഴിപാട് കാണിക്കവഞ്ചിയിൽ ഇടുന്നതിനൊന്നും അളവില്ല, അല്ലെ അതിന് രസീതില്ല. അപ്പോൾ എത്രത്തോളം വരുമാനമാണ് അവിടെ വരുന്നതെന്നുള്ള കൃത്യമായ രേഖകളൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, കാണില്ല. അപ്പോൾ ഇതിൽ ക്രമക്കേട് കാണിച്ചാൽ അറിയില്ല എന്ന് ഒരു തോന്നലായിരിക്കാം അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, മൂന്നാമതൊരാൾ ഇതെല്ലാം മുകളിലിരുന്ന് കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പിടിക്കപ്പെടും, കള്ളം ചെയ്താൽ എപ്പോഴായാലും പിടിക്കപ്പെടും എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും വേണം. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തകർത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, എല്ലാ പത്രങ്ങളിലും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാൻ തകർക്കുന്നു എന്ന് തന്നെയാണ്. കാരണം കഞ്ചാവിനും മയക്കുമരുന്നിനുമെതിരെയുള്ള സർക്കാരിൻ്റെ പുതിയൊരു നീക്കം അത് ഫലം കണ്ടു തുടങ്ങി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇപ്പോൾ ഏറ്റവും അധികം അറസ്റ്റുകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ. ഇപ്പോൾ ഈശ്വരന്റെ ലഹരിക്കട പോലീസ് പിടിച്ചു എന്നുള്ളൊരു വാർത്തയാണ് അടിമാലി എന്ന് വരുന്നത്. ഈശ്വരന്മാരെ ആദ്യം കേൾക്കും, ഈശ്വരന്മാരെ പോലെ നമ്മള് അതെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഈശ്വരന്മാർക്ക് പോലും രക്ഷയില്ല എന്നുള്ള രീതിയിലുള്ള അതൊരു പേരാണ് കേട്ടോ. അപ്പോൾ റെയ്ഡിൽ MDMA, കഞ്ചാവ്, പുകയില ഉൽപ്പന്നങ്ങളാണ് പൊൻകുന്നത്ത് നിന്ന് പിടിച്ചിരിക്കുന്നത്. ഏകദേശം 25 ഗ്രാം MDMA-യുമായ യുവാക്കൾ അറസ്റ്റിലായത്. അതുപോലെ തന്നെ ജില്ലയിൽ
ഏറ്റവും വലിയ ലഹരി വേട്ടയും കൂടിയാണ് ഈ പൊൻകുന്നത്ത് നടന്നിരിക്കുന്നത്. 12 ലക്ഷം രൂപ മൂല്യമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. 12 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കളാണ് അവിടെ നിന്ന് പിടിച്ചത്. അതുപോലെ തന്നെ കോട്ടയത്ത് നിന്നും MDMA കഞ്ചാവും പിടികൂടി 2 പേര് അറസ്റ്റിലായിട്ടുണ്ട്. അതുപോലെ തന്നെ 10,000 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് വരുന്നുണ്ട് അല്ലേ? കാരണം ലഹരി 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ASPയുടെ അയൽക്കാർ പിടിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. 18 ആലുവയിലാണ്, പെരുമ്പാവൂരില്. ആലുവയിലൊക്കെ ഇപ്പം നമുക്കറിയാം, പെരുമ്പാവൂര് ആലുവ സംബന്ധിച്ചിടത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇഷ്ടം പോലെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ അവിടെ നിന്നാണ് ഓപ്പറേഷൻ. കോട്ടയത്ത് തന്നെ 4 കിലോ കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. അപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തവും ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കൂടിയാണ് ഇപ്പോൾ വരുന്നത്. ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം പിടിയിലായത് 188 പ്രതികളാണെന്നാണ് കണക്കുകൾ വരുന്നത്. ടീം തൂഫാൻ കോട്ടയം ജില്ലയിലെ ജില്ലാ പോലീസ് മേധാവി KM ബാബു മാത്യുവിൻ്റെ മേൽനോട്ടത്തിൽ DYSP KR ബിജു നേതൃത്വം നൽകുന്ന നാർക്കോട്ടിക് സെല്ലാണ് തൂഫാൻ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത്. SI ഉൾപ്പെടെ 17 ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളാണ് ഈ ഒരു സ്ക്വാഡിലുള്ളത്. അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള തൂക്കാൻ തന്നെ, ഓപ്പറേഷൻ തൂക്കാൻ തന്നെയാണ് തൂഫാൻ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരെയും പിടിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം ഓടിച്ചിട്ട് കേസ് തെളിയിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്യാൻസർ വിഭാഗം വില കൂടിയ മരുന്നുകൾ കിട്ടാനില്ല എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ മിക്ക പത്രങ്ങളിലും ഉള്ളത്. ഏപ്രിൽ 1 മുതൽ ക്യാൻസർ മരുന്നുകൾ ആശുപത്രിയിൽ സ്റ്റോറിൽ എത്തിയിട്ടില്ല അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഇത് കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഒരുപാട് രോഗികൾ ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് വരെ ഒരുപാട് ആളുകൾ ചികിത്സ തേടി വരുന്ന ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ്, ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ്. അപ്പോൾ മരുന്നിൻ്റെ ലഭ്യത കിട്ടാനില്ല. അപ്പോൾ ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്. അവസരം മുതലാക്കി വിതരണക്കാരും മരുന്ന് കമ്പനികളും ഈ ഒരു അവസരം, അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മരുന്ന് കിട്ടാനില്ല, പക്ഷേ ഇതിനെ മുതലാക്കാനായിട്ട് കുറച്ച് മരുന്ന് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരേ മരുന്നിന് പല വിലയാണ് കമ്പനികൾ MRP ആയി ഇട്ടിരിക്കുന്നത്. കീമോതെറാപ്പി മരുന്നിനായി 100 ml മരുന്നിന് MRP 90,000 രൂപയാണ് അതിലിട്ടിരിക്കുന്നത്. ആശുപത്രി വളപ്പിലുള്ള ജില്ലാ ഹോസ്പിറ്റൽ സഹകരണ സംഘത്തിൻ്റെ നീതി സ്റ്റോറിൽ നിന്നും ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് 43,000 രൂപയ്ക്ക് ഇത് കിട്ടുന്നുണ്ട്. ഇൻഷുറൻസ് തുക കോടികൾ കിട്ടാനുള്ളതിനാൽ അവരും മരുന്ന് സ്റ്റോക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക, ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ പാവപ്പെട്ട രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടർ ചികിത്സ എന്ന് പറയുന്നത് അസാധ്യമാകുകയും അന്യം നിന്ന് അല്ലെങ്കിൽ അത് അകന്നു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഉണ്ടാകും. അവരെ രോഗം മൂർച്ഛിക്കാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുള്ളൂ. അപ്പോൾ സർക്കാർ എത്രയും പെട്ടെന്നൊരു നടപടി ഇതിനൊക്കെയായിട്ട് പെട്ടെന്ന് കാണുക. മദ്യത്തിന് മാത്രമല്ല നമ്മൾക്ക് പ്രാധാന്യം നൽകേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടെ പ്രാധാന്യം നൽകണം. അവരുടെ ജീവൻ വലുതാണ്, എല്ലാവരുടെയും ജീവൻ വലുതാണ്. അപ്പോൾ അതൊന്ന് സർക്കാർ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ ആശുപത്രിയിലെ വേറൊരു വാർത്തയാണ് ഗുണ്ടകളുടെ കേന്ദ്രമായി പാലാ ആശുപത്രി, ഭീതിയോടെ ഡോക്ടർമാരും മറ്റു ജീവനക്കാരും. ഓക്കെ, അപ്പോൾ പാലയിൽ നിന്നുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുണ്ടകളുടെ കേന്ദ്രമായി ആശുപത്രി മാറിയിരിക്കുകയാണെന്നാണ്. അവിടെ എത്തുന്നവർ ഡോക്ടർമാരെ പേടിപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റു ജീവനക്കാരെ പേടിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് നിങ്ങളൊരു കാര്യം. അതും പുരുഷന്മാരുടെ വാർഡിലാണ് ഗുണ്ടകളുടെ വിളയാട്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ ജീവൻ രക്ഷിക്കാനായിട്ട് ഞാൻ വിശ്വസിക്കുന്ന 2 പേർക്കേ കഴിയുള്ളൂ. ഒന്ന് ഈശ്വരനും ഒന്ന് ഡോക്ടർമാർക്കും, അല്ലെ ഈ ആതുര സേവനം നടത്തുന്നവർക്കുമാണ് നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള അവകാശമുള്ളത്. അപ്പോൾ അവരെ ആക്രമിക്കുന്ന ഒരു നിലയിലേക്ക് പോയി കഴിയുമ്പോൾ എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിയമം അറിയാവുന്നവരുണ്ട് ഒരുപാട് പേര്, എന്നാലും അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ ആശുപത്രി ജീവനക്കാരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ജോലി തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരുപാട് നിയമ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നിയമങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. 3 ലക്ഷം രൂപ ഉൾപ്പെടെയുള്ള പിഴയിലേക്ക്, അതുപോലെ 3 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന അതായത് ജാമ്യമില്ലാത്ത വാറണ്ട് ഉൾപ്പെടെ നിങ്ങളുടെ പക്കലേക്ക് വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ ആരെയും ഉപദ്രവിക്കാതിരിക്കുക. പാലാ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളൊക്കെ സുഗമമായി നടക്കാൻ പോലീസ് അധികാരികളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മന്ത്രിയും എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്, അല്ലേ? ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷ്യവിഷബാധയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കുമരകത്തും അയ്മനത്തും മിന്നൽ പരിശോധനയാണ് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തേക്ക് എവിടെയെങ്കിലും ഒരു എക്സാമിന് പോകുമ്പോഴോ എല്ലാം നമ്മുടെ സ്വന്തം വീട് പോലെ വിശ്വസിച്ച് കയറുന്ന ഇടമാണ് ഹോട്ടലുകൾ. ആ ഹോട്ടലുകളിലെ ഭക്ഷണത്തിൽ മായം ചേർക്കുക അല്ലെങ്കിൽ അത് ഉറപ്പില്ലാതെ
കൊടുക്കുക, ഒരാളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വിശ്വസിച്ച് ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കും? നമ്മൾ ഓരോരുത്തരും നമ്മൾ കഴിക്കുന്ന വായിലോട്ട് വെക്കുന്നതിന് മുമ്പ് 2-3 വട്ടം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഇത് വിഷമുള്ളതാണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ളത്. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നും നമ്മളെ ഇല്ല, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാ ഭക്ഷണവും കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് വിശ്വസിച്ച് കഴിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കടയിൽ പോയി കഴിക്കുന്നത്. അപ്പോൾ അധികാരികൾ ഈ കാര്യത്തിൽ ഒരു പ്രത്യേക നടപടി എടുക്കണം. കാരണം കുമരകത്ത് 6 സ്ഥാപനങ്ങൾ കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. പരിപ്പ് 900 കള്ള് ഷാപ്പിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് ഒരാൾ മരിക്കാനിടയായ സാഹചര്യത്തിലാണ് കുമരകം, ഐമനം പഞ്ചായത്തുകളിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം, പൊതുജനാരോഗ്യ വിഭാഗം, പഞ്ചായത്തും ഭക്ഷണശാലകളിൽ പരിശോധന നടത്തിയത്. ഇതിൽ ഒരു കാര്യം പ്രത്യേകം എന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു അപകടം വന്നതിന് ശേഷം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അധികാരികളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതാണോ അതോ അറിയാൻ പാടില്ല എന്ന് നടിക്കുന്നതാണോ എന്നറിയാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു തരാം. കാരണം ഇപ്പോൾ ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ ഒരു പരിശോധന വന്നത്. ഇതിനു മുമ്പുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട് MVD ഈ അനുമതി കൊടുക്കുമ്പോൾ, അതായത് ഫിറ്റ്നസ് കൊടുക്കുമ്പോൾ, അത് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വണ്ടികൾക്കൊക്കെ ഫിറ്റ്നസ് കൊടുത്തു വിടുന്നുണ്ട്. അതുപോലെ തന്നെ പുക പരിശോധിക്കുന്നുണ്ട്. എല്ലാ വണ്ടികൾക്കും പുക പരിശോധിച്ച് കിട്ടുന്നുമുണ്ട്. പക്ഷേ ഇതിൽ വ്യക്തമായി പറയാം, പുക പരിശോധന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ എത്രയൊക്കെ ഇതായിട്ടുള്ള വാഹനം കൊണ്ടുവന്നാലും അവർ ടെസ്റ്റ് ചെയ്ത് തന്നുവിടും. അപ്പോൾ അതൊരു ശരിയായൊരു നടപടിയല്ല. അതിനൊരു പിടുത്തം വീഴണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വണ്ടികൾക്ക് ഇത് അനുമതി കൊടുക്കുന്നത്, ഫിറ്റ്നസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഫിറ്റ്നസ് കൊടുത്ത വണ്ടി ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫിറ്റ്നസ് കൊടുക്കുക, അതൊക്കെ അതായത് അതൊരു മുൻകരുതലാണ്. നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ്. കാരണം പൊതു വാഹനത്തെ ആശ്രയിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ബസ് ആയിക്കോട്ടെ, സ്കൂൾ ബസ് ആയിക്കോട്ടെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമാണ് ആശ്രയം. അപ്പോൾ ആ കാര്യത്തിലൊരു തീരുമാനം എടുക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ റോഡുകളുടെ കാര്യത്തിൽ. ഈ റോഡുകളുടെ കാര്യത്തിൽ ഒരു അപകടം ഉണ്ടായതിന് ശേഷം അത് നന്നാക്കുന്നതിലും നല്ലത് അപകടം ഉണ്ടാകാതെ നോക്കുന്നതല്ലേ. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് അതും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. അതുപോലെ തന്നെ KSEBയുടെ കാര്യം. ഈ KSEBയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കാറ്റും മഴയും വരുമ്പോൾ മാത്രമാണ് ഇവർ ലൈനിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന മരങ്ങളുടെ കാര്യം ഓർക്കുന്നതും, അത് മറിഞ്ഞു വീണ് പൊട്ടുമ്പോൾ മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇവരിത് വെട്ടാനായിട്ട് തയ്യാറാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ കുറേ മുന്നൊരുക്കങ്ങൾ നടത്തി കഴിഞ്ഞാൽ തന്നെ പാതി പണി കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ ട്രോളിംഗ് നിരോധനം മറയാക്കി പഴകിയ മീനിന്റെ ഒഴുക്ക്, അതും മൃതദേഹങ്ങൾ അഴുകാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമാലിനും അമോണിയ അതുപോലത്തെ ഒക്കെയാണ് മീനിൽ ചേർത്ത് വരുന്നത്, ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രോളിംഗ് നിരോധനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 55 ദിവസത്തോളമാണ് ട്രോളിംഗ് നിരോധനം. ഈ ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകളുടെ പ്രജനന കാലമാണ്. അതാണ് ഈ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താനായിട്ടുള്ള കാരണം. കാരണം മീനുകൾ മുട്ടയിട്ട് പുതിയ കുട്ടികളെ, പുതിയ തലമുറയിലേക്കുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് മീൻ പിടിക്കരുത്, ആരും മീൻ പിടിക്കാൻ പോകാൻ പറ്റാത്തത് എന്നുള്ളതാണ്. പക്ഷേ ഇത് മറയാക്കിയിട്ട് ഇത് നേരത്തെ ശേഖരിച്ച് വെച്ചേക്കുന്ന മീൻ അത് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോർമാലിൻ പോലെയുള്ള രാസവസ്തുക്കളിൽ മുക്കിയാണ് വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട് ആലപ്പുഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരമ്മ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി. പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ അവരമ്മ പറഞ്ഞു, എന്നോട് പറഞ്ഞ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്ന് അറിയാൻ പാടില്ല, ഇത് ഐസ് ഇടാത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഐസ് ഇടാത്തത് എന്താണെന്ന് മനസ്സിലായില്ല. മീനിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പച്ചമീൻ, അതായത് പിടിച്ചുകൊണ്ട് വരുന്ന ഉടനെയാണ് കറി വെച്ചത്. പക്ഷേ സത്യം പറയാം, എനിക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഈ ഫോർമാലിനുമൊക്കെ മുക്കി ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ച പഴകിയ മത്സ്യമൊക്കെ കഴിച്ച് അതിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ വായിൽ. ഈ മീൻ കഴിച്ചിട്ട് എന്തോ ഒരു പച്ച ചുവ, എന്തോ ഒരു വേറെ ടേസ്റ്റാണ്. പക്ഷേ ഏറ്റവും നല്ല മത്സ്യമാണ് കഴിച്ചത്. പക്ഷേ ആ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സാധനം ഏതാണെന്നുള്ളൊരു സാധനത്തിൻ്റെ നമ്മുടെ നാക്കുകളിലേക്കുള്ള ടേസ്റ്റ് കിട്ടാനുള്ള സാധനമൊക്കെ നമുക്ക് പോയി. കാരണം ചീത്ത സാധനങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. ക്യാൻസറിനും ദഹന പ്രശ്നങ്ങൾക്കും ശ്വാസകോശ, ആമാശയ, ത്വക്ക് രോഗം എന്നിവയ്ക്കൊക്കെ കാരണമാകുമെന്ന് പറയുന്നുണ്ട്. ഒരു മനുഷ്യന് മരണത്തിന് വരെ അതിന് ക്യാൻസറിന് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആശുപത്രി മരുന്നില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബിസിനസ്സുകൾ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരാളുടെ ജീവനെടുത്തുകൊണ്ടുള്ള പരിപാടികളൊന്നും നിങ്ങളാരും നോക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അധികാരികൾ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ചെക്കിങ്, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് തൂഫാനാക്കി കഴിഞ്ഞാൽ അല്ലേ, ജനങ്ങളുടെ ജീവന് തന്നെ രക്ഷ നേടുന്ന
ഒരു കാര്യത്തിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കും. പാസ്പോർട്ട് നിരക്ക് കുത്തനെ കൂട്ടി. പാസ്പോർട്ട് നിരക്കുകൾ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. 18 മുതൽ 60 വയസ്സ് വരെ പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും 2500 രൂപ വീതം ഫീസ് അടയ്ക്കണം. നിലവിൽ 1500 രൂപയാണ് ഉള്ളത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പാസ്പോർട്ടിന്റെ നിരക്ക് കൂട്ടിയിരിക്കുകയാണ്. വിദേശത്തൊക്കെ പോകാനിരിക്കുന്നവരും അല്ലേ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പാസ്പോർട്ട് നമ്മൾ പഴയ റേറ്റ് വെച്ചുകൊണ്ടല്ല പോകുന്നത്, കാരണം എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ പേജിന്റെയും പൈസ പറയുന്നുണ്ട്. പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ പുതിയതിന് 36 പേജിന് ഏകദേശം 5000 രൂപ മുതലും തൽക്കാലം എടുക്കണമെങ്കിൽ 7500, 60 പേജിന് 6000, തൽക്കാലം എടുക്കണമെങ്കിൽ 8500 റേറ്റ് വരുന്നത്. അപ്പോൾ റേറ്റൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്തേക്ക് പോകാൻ ഇരിക്കുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. പാമ്പിനെ പിടികൂടാൻ കഴിയില്ല എന്നുള്ള. പക്ഷേ അംഗനവാടിയിൽ പത്തി വിടർത്തിയാണ് മൂർഖൻ നിന്നിരുന്നത് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അംഗനവാടിയിൽ ഒരു മൂർഖൻ വരികയും അത് പത്തി വിടർത്തി നിൽക്കുകയാണ്. പക്ഷേ അതിനെ പിടിക്കാൻ 10ഓളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അംഗനവാടി മുറ്റത്ത് പാമ്പ് പത്തി വിടർത്തി മൂർഖൻ പാമ്പ് എത്തിയതും. പഞ്ചായത്ത് 8ാം വാർഡിലാണ് ഈ സംഭവം കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്നത്. വനംവകുപ്പ് സർപ്പ റെസ്ക്യൂ ടീം എത്തിയപ്പോഴേക്കും പാമ്പ് അംഗനവാടിയുടെ തറ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിനടിയിലെ പൊത്തിലേക്ക് കയറിപ്പോയെന്നുമാണ്. പാമ്പിനെ പിടികൂടാൻ ഇതുവരെ ശ്രമിച്ചിട്ടും അത് നടന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കുട്ടികളുടെ ജീവനൊന്നും ഒരാപത്തും വരാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് സർപ്പ ടീം അതിനെ പിടിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കൊണ്ട് ആക്കട്ടെ എന്നുമാണ് ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ടാക്കും മന്ത്രി ജോണ്. ഡ്രൈവിംഗും റോഡ് സുരക്ഷയും പഠനത്തിന്റെ ഭാഗമായിട്ട് മാറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. +2 കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി ഡ്രൈവിംഗ് അത് നിർബന്ധമായും പഠിക്കണമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള പരിശീലനം നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഡ്രൈവിങ്ങിനോട് താല്പര്യം മണ്ണെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് എന്തായാലും നല്ലൊരു കാര്യമാണ്. എല്ലാവരും അത് അറിഞ്ഞിരിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ മറ്റൊരു വാർത്ത, പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഈ നിതിൻ ഗഡ്കരി മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയാണ് മന്ത്രി CP ജോൺ. അത് എന്തിനാണെന്ന് വെച്ചാൽ KSRTCക്ക് പുതിയ ബസ് വാങ്ങാനായിട്ട് കേന്ദ്ര വായ്പ തേടിയിട്ടുണ്ട്. അതായത് KSRTC പുതിയ ബസ് വാങ്ങാനായിട്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രമന്ത്രിയുമായി അനുകൂലമായി പ്രതികരിച്ചതായാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. KSRTC ബസ്സുകളുടെ നവീകരണം കൂടാതെ ഈ ചെല്ലാൻ സംയോജനം, വാഹന പോർട്ടലിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും കേന്ദ്രമന്ത്രിയുമായി ചർച്ചയിൽ ഉന്നയിച്ചു. കേരളത്തിൽ വാഹന സാരഥി സേവനങ്ങളെ ആവർത്തിച്ച് ബാധിക്കുന്ന തടസ്സങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ പരിഹരിക്കാൻ നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിന് മന്ത്രി നിർദ്ദേശം നൽകിയെന്നും CP ജോൺ അറിയിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയായാലും നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ പ്രിയദർശിനി ഓടി തുടങ്ങിയ പിന്നീട് വണ്ടികളുടെയൊക്കെ ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വേറെ കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണെങ്കിൽ പ്രിയദർശിനി ഓടിയപ്പോൾ ഈ ചെറുകിട ബസ്സുകൾ, അതായത് പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓട്ടം കുറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ഒരു താഴത്തേക്കാണ് അവരുടെ റേറ്റിംഗ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടം സംഭവിച്ചതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കുറേ അധികം ബസ്സുകൾ, ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും 200ഓളം ബസ്സുകളാണ് സർവീസ് നിർത്താൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫ്രീ ഒക്കെ കിട്ടുന്ന നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഒരുപാട് പേരെ ഉപജീവന മാർഗം ഇതിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നതായിട്ടും എന്ത് ചെയ്യുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ എല്ലാ പത്രങ്ങളിലും ഉള്ള പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ സ്പോർട്സ് പേജിൽ തന്നെയാണ്. ഇപ്പം ലോകകപ്പിൻ്റെ ആവേശം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു ആവേശത്തിനിടയിൽ തന്നെ ഏറ്റവും വലിയൊരു ആവേശം എന്ന് പറഞ്ഞാൽ നെയ്മർ തിരിച്ചെത്തി എന്ന് തന്നെയാണ്. നെയ്മർ കഴിഞ്ഞ കളിയിൽ മത്സരത്തിന് ഇറങ്ങി, പക്ഷേ പകരക്കാരനായിട്ടാണ് ഇറങ്ങിയത്. മുഴുവൻ സമയമല്ല അദ്ദേഹം കളിച്ചത്. 981 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബ്രസീൽ ജേഴ്സിയിൽ നെയ്മർ കളിക്കുന്നത്. ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏകദേശം 2 വർഷത്തിന് മുകളിലായി അദ്ദേഹം ആ ജേഴ്സിയിൽ ഇറങ്ങിയിട്ട്. പരിക്ക് കാരണം അദ്ദേഹം പുറത്തിരിക്കുകയായിരുന്നു. ഒരുപാട് അനിശ്ചിതങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഇന്നലെ കളിക്കാനിറങ്ങി. ബ്രസീൽ സ്കോട്ട്ലൻഡ് മത്സരത്തിലെ 76ാം മിനിറ്റിലൂടെ കടന്നുപോയപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡിൽ മാത്യൂസ് ക്യുന്നയുടെ 9ാം നമ്പറിനടുത്ത് പച്ച നിറത്തിൽ 10ാം നമ്പർ തെളിയുന്നത്. ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിൻ്റെ നിമിഷമായിരുന്നു അത് അല്ലേ. നെഞ്ചിടിപ്പോടെ നെയ്മർ അതിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ അടുത്തേക്ക് ഓടിയെത്തിയ കുഞ്ഞയെ ഗാഢമായി ആലിംഗനം ചെയ്ത് മൈതാനത്തേക്ക് ഇറങ്ങി. അപ്പോൾ മയാമി ഹാൾ റോക്ക് സ്റ്റേഡിയത്തിലെ 64,000-ഓളം കാണികൾ മാത്രമല്ല, ബിഗ് സ്ക്രീനുകൾക്ക് മുന്നിൽ ആ നിമിഷത്തിനായി കാത്തിരുന്നവരെല്ലാം ഇളങ്ങി മറിഞ്ഞു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് അല്ലേ കൊടുക്കുന്നത്. എന്തായാലും ബ്രസീൽ 3-0 സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തി നോക്കൗട്ടിലേക്ക്
കടന്നിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൗട്ട് റൗണ്ട് ഉറപ്പിച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ, ദക്ഷിണാഫ്രിക്ക, ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ, ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ, മൊറോക്കോ, ഡിയിൽ USA, ഇയിൽ ജർമ്മനി, ഐയിൽ ഫ്രാൻസ്, നോർവേ, ജെയിൽ അർജന്റീന, ഗ്രൂപ്പ് കെയിൽ കൊളംബിയ എന്നിവരാണ് ഈ നോക്കൗട്ട് ഉറപ്പിച്ചിരിക്കുന്നത്. ഇനിയും കളി നടക്കാനുണ്ട്, മത്സരങ്ങൾ നടക്കാനുണ്ട്. അതിനിടയിൽ തന്നെ മറ്റൊരു വാർത്ത വരുന്നതെന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കപ്പിൻ്റെ മൂല്യം ഇരട്ടിയായി എന്നുള്ളതാണ്. കാരണം ഈ വേൾഡ് കപ്പിൻ്റെ ആ ട്രോഫി എന്ന് പറയുന്നത് കിലോ കണക്കിന് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ 18 ക്യാരറ്റ് സ്വർണം ഉപയോഗിച്ച് നിർമ്മിച്ച 6.175 ഗ്രാം തൂക്കമുള്ള കപ്പിൽ 4.93 കിലോയും സ്വർണ്ണമാണ്. 2022 ലോകകപ്പിലെ ട്രോഫിയുടെ മൂല്യം 2.62, അതായത് 2,62,00,000 രൂപയായിരുന്നു. ഇപ്പോഴത് 6,75,00,000 രൂപയായി ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഗോൾഡിൻ്റെ വില കൂടുന്നതനുസരിച്ച് ലോകകപ്പിൻ്റെ മൂല്യവും കൂടിക്കൊണ്ട് വരികയെന്ന ഒരു വാർത്തയാണ് വരുന്നത്. ഇനി അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ വെൽക്കം വൈഭവ് എന്ന് പറഞ്ഞിട്ടുള്ള വൈഭവും കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം മറ്റുള്ള കളികളൊക്കെ നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനി ഇന്നത്തെ ഒരു പ്രത്യേകത ഇപ്പോഴത്തെ ഈ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിൽ ഇന്നു മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അരങ്ങേറ്റത്തിനൊരുങ്ങി വൈഭവ് സൂര്യവംശി എന്നുള്ളൊരു തലക്കെട്ടോടു കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പഞ്ച് എന്ന് പറയുന്നൊരു വാർത്ത മറ്റേത് കൊടുത്തിട്ടുണ്ട്. പഞ്ച് വണ്ടിയല്ല കേട്ടോ. ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് 5 വിക്കറ്റ് ജയം. വനിതാ 2020 ലോകകപ്പിലെ അയൽപ്പോരിൽ ബംഗ്ലാദേശിനെ വീഴ്ത്തി ഇന്ത്യ. ഇന്നലെ നടന്ന ആവേശപ്പോരിൽ 5 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 136 റൺസ് നേടി. മറുപടി ബാറ്റിങ്ങിൽ 16.5 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു. അപ്പോൾ ഈ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. എന്തായാലും കൂടുതൽ വിജയങ്ങളിലേക്ക് എത്തട്ടെ. ലോകകപ്പ് കിരീടം ഇന്ത്യ തന്നെ, അതായത് വനിതാ T20 ലോകകപ്പ് കിരീടം ഇന്ത്യ തന്നെ നിലനിർത്തട്ടെ, അല്ലെങ്കിൽ ഇന്ത്യ നേടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. കൂടുതൽ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.